പോകുന്നു. ഞങ്ങൾ പരശുരാമിന് ടിക്കറ്റൊക്കെ റിസർവേഷൻ ചെയ്തതാണ്. പക്ഷേ അവിടെ ഞങ്ങൾ കയറിയത് ജനറൽ കയറി ഇങ്ങനെ വാതൊക്കെ ഇരുന്ന് പോകാൻ ഇങ്ങനെ കുത്തിയിരിക്കാനാ പറ്റി. എന്തോ ലഗേജ് ഉള്ളതുകൊണ്ട് ഓടിപ്പോയി കയറാൻ പറ്റില്ല. അപ്പോൾ ബാക്കി ഇതാ ഇന്ദു ആന്റി വ്ളോഗ് എടുക്കുവാ. അയ്യോ എന്നെ മുടിയെല്ലാം ആദ്യം വെള്ളം കൊടുക്കുക നല്ല. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ട്രിവാൻഡ്രത്ത്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ ഭയങ്കര വിശേഷമൊക്കെയാണ്. അതൊക്കെ കുറച്ച് കണ്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ്. ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇന്ദു. ഫ്രണ്ട് മാത്രമല്ല, അനിയത്തിയാണ്, ചേട്ടത്തിയാണ്, എല്ലാം ആകട്ടോ. ഇത് ഞങ്ങളുടെ ഒരു സാറ് ആർമി ആയിരുന്നു. ഞങ്ങൾ 2002 ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അന്ന് തൊട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു കൂട്ടർ പറയും 26 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുണ്ടെന്നല്ലേ. ബോംബുട്ടി സാറൊക്കെ അല്ല, അതിലും കൂടുതലാന്ന് തോന്നുന്നത്. അപ്പം സാറ് റിട്ടയർമെന്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് ചെയ്തിട്ട് ഇവിടെ തന്നെ വീടൊക്കെ വെച്ച് സെറ്റിൽഡായി. ഒരു മോളുണ്ട്, അവള് ജോലിയൊക്കെ ചെയ്യുന്നു ഇപ്പം. പിന്നെ സാറ് ഇപ്പൊ എവിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. ഇന്ദു ഇവിടെ ഒരു ഹോസ്പിറ്റല് ഹോസ്പിറ്റലില് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവര് അന്നേ ഇനി പോകുന്നതാ കേട്ടോ. അപ്പം എനിക്ക് പൊങ്കാല ഇടാൻ വരുമ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നാണ് അടിച്ചു പൊളിച്ച് പൊങ്കാല ഇടുന്നത്. വിളിക്കണം വേണം പറയാൻ. കാറയിലാണ് നമ്മൾ പോയത്. ആന്റി ദോശ ഉണ്ടാക്കാൻ വന്നതാ. നീ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ ആന്റി വളയിടാൻ പോയി. ഞങ്ങള് രാത്രി ദോശ അല്ല നന്നനക്കായിട്ടുള്ളതാ. തൂക്കണം കാരണം തൂക്കുന്നൊന്നുമില്ല. പിന്നെ തൂക്കാതുണ്ടാക്കുന്നത് തൂക്കാതുണ്ടാക്കുന്നേ. എണ്ണ തേക്കത്തില്ല. എണ്ണ തേക്കണോ അറിയില്ല. ഇത് നോൺ സ്റ്റിക്ക് അല്ലേ? നോൺ സ്റ്റിക്കാ. അതോ അതുകൊണ്ടാണ് തേക്കത്. ഓക്കെ. ചായക്കട ദോശ ദോശയെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരി ഉഴുന്നു അരച്ച് ഞങ്ങൾ അരി ഉഴുന്നും സ്വന്തമായിട്ടരച്ച് സ്വന്തമായിട്ടുണ്ടാക്കിയ ദോശ വട്ടത്തിൽ വരുമോ? അല്ല, ഇത് കട്ടി കുറഞ്ഞാണോ നമ്മളെ ഇഷ്ടം? ഇത് കട്ടി കുറഞ്ഞാണോ ഇഷ്ടം? എന്റെ ദൈവമേ, ഇവിടെ വന്നപ്പോ തൊട്ട് തട്ട് ദോശ വേണോ? സൂര്യ ഇത് വേണോ, സൂര്യ ഇത് വേണോ, സൂര്യ പഴം വേണോ, സൂര്യ തണ്ണിമത്തം വേണോ? അടുത്ത പഴം വന്നു. അടുത്ത പഴം വന്നല്ല
ഇവിടെ തിന്നാൻ നേരമില്ല. കരിദോശയാവും. കരിദോശ അല്ല കരിദോശ. എന്ത് കഴിപ്പിക്കുവാ? എല്ലാം കഴിച്ചോളൂ. ഇത് മേടിക്കാൻ പോയ സാറിപ്പം എന്റെ പ്ലേറ്റ് എടുത്തോട്ടെ. എന്ത് ഒരാളെ വലിയ ആരും തന്നെ കാണിക്കാം. ഞങ്ങൾ ഇവിടെ ഒരു സീരിയൽ നടനും നടിയുണ്ടെന്ന്. അതെ, ഞാൻ ഞങ്ങളുടെ കൊച്ച റിലേറ്റീവ് ആണ്. ദോശ കഴിയിപ്പോ വേണ്ട വേണ്ട, ഇത്രയും ദോശയാണ് നല്ലത്. ഇത് കരിദോശ. അരിദോശയല്ല, കരിദോശ. കുഴപ്പമില്ല, നല്ല ദോശയല്ലേ, അടിപൊളി. പിന്നെ സാമ്പാറുണ്ട്. സാമ്പാർ കൂടെ വേണ്ട. സാമ്പാറുണ്ട്. വേണ്ട. അല്ല ഉണ്ട്, സാമ്പാറുണ്ട്. അവർക്ക് 2 ദോശ മതി. ഞാൻ അയച്ചു ചോദിച്ചു. ചമ്മന്തി ഉണ്ട്. പിന്നെ എന്തിനാ വെറുതെ ഉണ്ടാക്കണ്ട. മുളക് ദോശ, മുളക് കൂടെ ഉണ്ടാക്കും. മോളെ ചൂടോടെ തിന്നടി. ചമ്മന്തി എനിക്ക് ഇഷ്ടമല്ലേ? ചമ്മന്തി ഇഷ്ടമില്ലേ? തേങ്ങ ചമ്മന്തി എടി കള്ളി, ഇവള് വീട്ടിൽ ചമ്മന്തി ഉണ്ടാക്കി അവർക്ക് തിന്നാൻ വയ്യ. കൊള്ളത്തില്ലാത്ത ഇത് നല്ലത്. എടി ഇപ്പൊ പറഞ്ഞോ നീ അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി കൊള്ളുകയല്ല. പച്ച ചമ്മന്തി ഇട്ടേ, അല്ലെങ്കിൽ വേറെ മുളകും ഉണ്ടാക്കാം, കുഴപ്പമില്ല. നമുക്ക് ഏത് നല്ല ചമ്മന്തിയാണ്. ഇതുപോലെ തിരുവനന്തപുരം ചമ്മന്തിയാണ്. തിരുവനന്തപുരം ചമ്മന്തി ഉണ്ടോ? തിരുവനന്തപുരം ചമ്മന്തി ചമ്മന്തി മറ്റേ ഉണ്ടാക്കാൻ തിരുവനന്തപുരം ചമ്മന്തി കൂട്ടി ദോശ കഴിച്ചേ. മോളെ നെയ്യ് ഒഴിക്കണോടി. നെയ്യ് നെയ്യ് വിളക്കാൻ ആണോ? അതെ, നെയ്യ് വിളക്കുന്നത് അതാണ്ട് ഫോൺ ചെയ്യുന്നെ. എങ്ങനെയുണ്ട് ദോശ? എന്തോ? ആ ശരി ശരി എന്നാ. ചൂടോടെ. അയ്യോ എനിക്ക് വയ്യ. ഇവളെന്തോ രാജ്ഞിയോ? ഇവളെ ഇങ്ങനെ ഇരുത്താനൊക്കെ. മതി, ഒരെണ്ണം കൂടെ തിന്നോ. ഒരെണ്ണം കൂടെ. അത് മിക്കവാറും തട്ടുദോശയായിരിക്കും. അത് മിക്കവാറും തട്ടുദോശയാകാൻ ചാൻസ് ഉണ്ട്. ദോശയും ചമ്മന്തി സൂപ്പർ. വേണ്ട, ഇനി എന്തിനാ? എനിക്ക് ഇരിപ്പുണ്ട്. സത്യം സോയാബീൻ കറി ഇരിപ്പുണ്ട്. ദൈവം സത്യമായിട്ടുണ്ട്. എടുത്തോണ്ടേ ചൂടായിട്ട്. അല്ല, അവക്കത് മതി. അല്ല, നീ അങ്ങനെയാണോ പറഞ്ഞേ? അവക്കത് മതിയെന്ന്. അയ്യോ, ഞാനും അങ്ങനെയാണ് പറഞ്ഞു. എനിക്ക് വയ്യ ദൈവമേ. ട്രിവാൻഡ്രത്ത് പൊങ്കാലയുടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങളിവിടെ ഞാനേ കഴിഞ്ഞ വർഷമൊന്നും വന്നില്ലെന്നേ ഉള്ളൂ. അതിനു മുമ്പ് 2 തവണ ഇവിടെ ഹിന്ദുവിന്റെ വീട്ടിൽ വന്നിട്ടാണ് പൊങ്കാല ഇടാൻ വന്നത്. ഇവിടെ കുറെ ചേച്ചിമാരൊക്കെ വരും, ഹിന്ദുവിന്റെ ചേച്ചിമാരൊക്കെ ഉണ്ട്. എല്ലാരും വരും. കോട്ടയം, നെടുങ്കണ്ടം, എല്ലായിടത്തുനിന്നും വരും. എല്ലാരും കൂടി ഇവിടെ അടിപൊളിയായിട്ടിരിക്കും. രാവിലെ പോയി പൊങ്കാലയൊക്കെ ഇടുന്നത്. അപ്പൊ ഹിന്ദു ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞോ? എന്താ പറയുന്നത്? ദോശയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. ദോശ നല്ല ദോശ, എണ്ണി ചുട്ട ദോശ, ഹിന്ദു ചുട്ട ദോശ. ഇനി അടുത്ത ഉണ്ടാക്കി നല്ല മുരിഞ്ഞുണ്ടാക്കി. ഇത് മതിയോ? സൂര്യക്ക് കൊടുക്കാം. ഇത് സൂര്യക്ക് കൊടുക്കാം. എത്രയും കുളത്തിലാത്ത മതിയോ? അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. അത്താഴം. ഞാൻ ഹിന്ദുവിന്റെ അടുക്കൽ നിന്ന് ചോറ് ഫുഡ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പപ്പടം കാച്ചിയത്. വേണ്ട വേണ്ട വേണ്ട, ഇനി വേണ്ട. ചോറും നല്ല എന്താ വെള്ളരിക്ക കറി അല്ലേ? കുമ്പളങ്ങയല്ലേ? വെള്ളരിക്കല്ലേ ഇത്? വെള്ളരിക്ക അടിപൊളി വെള്ളരിക്ക കറി. എനിക്കിഷ്ടമായത്. ഹിന്ദു കൊണ്ട് വെച്ചത് 2 ദോശ. സാറി ചോറ് നമ്മൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിട്ടേ ഈ നടുക്ക് ഇങ്ങനെ ഒരു ചെറിയ കിഴുത്ത കിഴിച്ചാല് കണ്ടോ? എനിക്ക് ചെറിയൊരു കിഴുത്ത കിഴിച്ചാല് അത് പൊങ്ങി വരത്തില്ല. കണ്ടോ? മറ്റേ ബോള് പോലെ ആകത്തില്ലേ? ബോള് പോലെ. ഇത് ബോള് പോലെ ആകുകയില്ല. പുതിയ ടിപ്പ്. കണ്ടോ? കണ്ടോ? അത് കണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ബോള് പോലെ ആകത്തില്ലേ? വേറെണ്ണം കാണിക്കാം. ഞാൻ വേറെണ്ണം കാണിക്കാം, അപ്പൊ അറിയാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നേ. ശരിയാ, വരുന്നില്ല അങ്ങനെ. അല്ലാതെ ഈ കിഴുത്ത ഇടാതെ ഒന്ന് ഇട്ടു നോക്കിയാ. അല്ലെങ്കിൽ
അല്ലെങ്കിൽ എങ്ങനെ വരുന്നത്? അത് പൊങ്ങും പൊങ്ങും. ആ ഇവരുടെ പപ്പടത്തിന് പൊങ്ങും. ഇവരുടെ പപ്പടത്തിന്റെ അല്ല പപ്പടം ചൂടാകാഞ്ഞിട്ടായിരിക്കും. ചൂടാകാഞ്ഞ. അയ്യോ ഞാൻ വരുന്നേ. ഇല്ല ഞങ്ങൾക്ക് വിളിക്കാൻ വരുന്ന സൂര്യ ഇല്ല കേട്ടോ. ഇല്ല, ഈ പപ്പടം കൊള്ളത്തില്ല. മറ്റേ ശരിക്കുള്ള പപ്പടം പൊങ്ങി വരും. ഒരു കൊച്ചിൻ ദോശയാണോ? അല്ല പൊങ്കാലയ്ക്ക് നേരത്തെ വരണം. 2 ദിവസം മുമ്പേ പപ്പടം കൂടെ ഒരു പപ്പടം. എന്തോ പപ്പടത്തിന്റെ ടിപ്സ് ഒക്കെ പറഞ്ഞു. അടുത്ത എന്താ പരിപാടി? ഹാപ്പി ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ആ തണ്ണിമത്തങ്ങ മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ. ഹലോ ഹലോ ഹായ്. ഇതാണ് തണ്ണിമത്തൻ. ആ ഇതെങ്ങനെ മുറിക്കാം, ഏറ്റവും ഈസിയായ രീതിയിൽ എങ്ങനെ കഴിക്കാം അത് കാണിച്ചു തരാം. കഴിക്കുന്ന എങ്ങനെ ഇതൊക്കെയാണ് കാണേണ്ടത് അല്ലേ? ഓക്കെ, ഇതെങ്ങനെ കഴിക്കാം? ഇതിങ്ങനെ നമുക്ക് മറ്റേ ഇതെല്ലാം മറന്നുപോയി എങ്ങനെ കഴിക്കാം എങ്ങനെ കഴിക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതല്ല ഇതിങ്ങനെ എടുത്തിട്ട് അറ്റക്കടി ഇത്രേ ഉള്ളൂ സംഭവം അല്ലേ? ഒരു കുഴപ്പമില്ല. ഇങ്ങനെ നമ്മള് ഇങ്ങനെയാണ് കഴി. ആർക്കും അറിയാമെങ്കിൽ ചെയ്തോളൂ. ഇങ്ങനെ എടുക്കുക, കഴിക്കുക അല്ലേ? ഇങ്ങനെ ഒന്ന് വെക്കുക. എങ്ങനെ വെക്കുക? ഞങ്ങളെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് കിടക്കാൻ പോവാണ്. രാത്രി 12 മണിയായി. ഗുഡ് മോർണിംഗ് ആയി. സോപ്പോ ഡെറ്റോൾ സോപ്പോ? ഞാൻ സന്തൂറാ ഉപയോഗിക്കുന്നത്. വെച്ചിട്ടുണ്ട്. സന്തൂർ സോപ്പ് ഞാൻ കൊണ്ടുവന്നു നമ്മളെ. അല്ലേ? സന്തോഷം. സന്തൂർ സുന്ദരിയ. ഓക്കെ, താങ്ക് യു.